أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരത്തെയും നമ്മുടെ ഇരുത്തത്തെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട് ഖബറിലേക്ക് യാത്രയായവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹലായ ഫضല് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ബഖറ, അതിലെ 30 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. ഈ 3 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്ന വിഷയം മനുഷ്യന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചാണ്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ്. ഇനി അങ്ങോട്ടുള്ള ചർച്ച എങ്ങനെയാണ്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതും സ്വർഗത്തിൽ വസിക്കാൻ വിട്ടതും, അങ്ങനെ കുറേയേറെ സംഭവങ്ങളാണ് ഇനി കുറച്ച് ആയത്തുകളിൽ അള്ളാഹു ചർച്ച ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പുതിയ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിക്കുന്നു. അള്ളാഹുവിന് ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല, ആരുമായിട്ട് കൂടി ആലോചിക്കേണ്ട കാര്യവും ഇല്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു ജിന്നു വിഭാഗത്തെയും അതുപോലെ തന്നെ മലക്കുകളെയും അള്ളാഹു തആല സൃഷ്ടിച്ചിരുന്നു. അവരാകട്ടെ അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്ന അതേ രൂപത്തിൽ, ഉദാഹരണമായി പറഞ്ഞാൽ
അള്ളാഹുവിന് തസ്ബീഹിൽ കഴിയുക. ഒരു വിഭാഗം മലക്കുകൾ അവർ വേറെ ഒന്നിനെ പറ്റിയും വേറെ ഒരു ജോലിയും അവർ ചെയ്യുന്നില്ല, അത് മാത്രമാണ്. ചില മലക്കുകൾ അള്ളാഹുവിന് നമസ്കരിക്കുക, നൃത്തം, റുക്കൂ, സുജൂദ്, ഇങ്ങനെ തുടങ്ങിയ നമസ്കാരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ തന്നെ കഴിഞ്ഞുകൂടുന്ന മലക്കുകൾ. അവർ വേറെ ജോലികളോ വേറെ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അത് തന്നെയാണ് അവരുടെ ഡ്യൂട്ടി ഖിയാമത്ത് നാൾ വരെ. നമ്മൾ ഖുർആനിന്റെ ഒരു ഭാഗത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, യഹ്മിലു അർശ റബ്ബി, അവരുടെ റബ്ബിന്റെ അർശിനെ ചുമക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ, അവരുടെ ഡ്യൂട്ടി അത് തന്നെയാണ്. അതുപോലെ തന്നെ ഭൂമിയിലേക്ക് ഇൽമിന്റെ മജ്‌ലിസുകളിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ, തിരിച്ച് അഭിപ്രായം പോയി പറയുന്ന മലക്കുകൾ, അവരുടെ ഡ്യൂട്ടി അതെന്താണ്? അത് തന്നെയാണ്. അതുപോലെ തന്നെ ചില മലക്കുകളുണ്ട് അസ്റിന്റെ നമസ്കാരത്തിന്റെ സമയത്തും സുബഹിയുടെ സമയത്തും. പകലിന്റെ മലക്കുകളും രാത്രിയുടെ മലക്കുകളും വന്നു പോകുന്നു, ഒരുമിക്കുന്നു, നമസ്കാരങ്ങളിൽ സംഗമിക്കുന്നു, ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് അവർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയാകും. ചുരുക്കി പറഞ്ഞാൽ മലക്കുകളുടെ ജിൻസിനെ, വിഭാഗത്തെ വ്യത്യസ്തമായ ഡ്യൂട്ടികളിൽ അള്ളാഹു ഏർപ്പെടുത്തുകയും അവരത് തന്നെ അതിൽ തന്നെ കഴിഞ്ഞുകൂടുകയും ചെയ്യുകയാണ്. എന്നാൽ മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിക്കാൻ തീരുമാനിച്ചത് അവന്റെ പ്രതിനിധിയാണ്. പ്രതിനിധി എന്ന് പറയുമ്പോൾ, ഖലീഫ എന്ന് പറയുമ്പോൾ, അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നവരാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നവരല്ല. അതിനകത്തേക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിനെ സ്വീകരിക്കേണ്ടവരുമല്ല. യജമാൻ ഡ്യൂട്ടി ഏൽപ്പിച്ച യജമാനന്റെ ആ കൽപ്പനയ്ക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയാണ്. അതാണ് മനുഷ്യൻ. സ്വാഭാവികം അല്ലാഹു പറയുകയാണ്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി, നബിയെ ഒന്ന് ഓർക്കണേ. നബിയെ വിളിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അങ്ങ് ഓർക്കണേ, ഒരു സംഭവം ഓർക്കണേ. എന്താ സംഭവം? ഇദ് ഖാല റബ്ബുക ലിൽ മലായികതി, അങ്ങയുടെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്, സംസാരിച്ച ഒരു സന്ദർഭം. എന്താ സന്ദർഭം? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ എൻ്റെ പ്രതിനിധിയെ, ഖലീഫയെ ഭൂമിയിൽ ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഭൂമിയിൽ ഞാൻ സംവിധാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉടനെ മലക്കുകൾ പറയുകയാണ്, ഖാലൂ അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, അല്ലാഹ് നീ അപ്രകാരം സൃഷ്ടിക്കാൻ പോവുകയാണോ? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരും ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്നവരും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരുമായ ഒരു വിഭാഗത്തെ നീ അങ്ങ് സൃഷ്ടിക്കാൻ പോവുകയാണോ? സൃഷ്ടിക്കരുത് എന്ന് തടസ്സവാദം അവർ പറഞ്ഞില്ല. മാത്രമല്ല അവർ പറഞ്ഞതും അസൂയയുടെ പേരിലും അല്ല, അവരൊരു നല്ല ഉദ്ദേശത്തിലാണ് അവർ പറഞ്ഞത്. എന്താ അവർ പറഞ്ഞത്? നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, മലക്കുകൾ അള്ളാഹുവിനോട് തടസ്സവാദം പറഞ്ഞു, അങ്ങനെ സൃഷ്ടിക്കരുത് എന്ന് അള്ളാഹ് പറഞ്ഞു എന്ന് പലരും പറയാറുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ പറഞ്ഞു പോകരുത്. എന്തിനാണ് മലക്കുകൾ അങ്ങനെ പറഞ്ഞത്? മലക്കുകൾ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ, നിനക്ക് ആവശ്യം നിന്നെ വാഴ്ത്തലും പുകഴ്ത്തലും നിന്നെ തസ്ബീഹ് ചെയ്യലും തഖ്ദീസ് ചെയ്യലുമാണ്. അത് കൃത്യമായി ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്, ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും കുറവുകൾ, അപാകതകൾ ഞങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ടിട്ടാണോ പുതിയൊരു സൃഷ്ടികളെ നീ ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന ആശങ്കയാണ് ആരുന്നയിച്ചത്? മലക്കുകൾ ഉന്നയിച്ചത്. അല്ലാതെ മലക്കുകൾ സൃഷ്ടിക്കരുത് എന്നൊരു തടസ്സവാദം മലക്കുകൾ പറഞ്ഞില്ല. മാത്രമല്ല, അങ്ങനെ ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചാൽ നമ്മളുടെ
അധികാരവും അല്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരങ്ങളും നമ്മളുടെ സൗകര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നതിന്റെ പേരിൽ, അസൂയയുടെ പേരിൽ അവർ പറഞ്ഞതാണോ? അങ്ങനെയും അല്ല. അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. قالوا وتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك. നിനക്ക് വേണ്ടത് തസ്ബീഹുകളാണ്, നിന്നെ വാഴ്ത്തലാണ്, പുകഴ്ത്തലാണ്, സ്തുതിക്കലാണ്. അത് കൃത്യമായി ഞങ്ങളിൽപ്പെട്ടവർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പിന്നെ എന്തിനാണ്? ഉടനെ അള്ളാഹുവിന്റെ മറുപടി പറഞ്ഞു, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഓ മലക്കുകളെ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് വശമില്ലാത്ത കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ. ആ അറിവെന്താണ്? അത് അള്ളാഹു മലക്കുകളെ കൃത്യമായിട്ട് ബോധിപ്പിച്ചു കൊടുത്തു. എന്താണ് ആ ബോധിപ്പിച്ചു കൊടുത്തത്? ഇങ്ങനെയാണ്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദമിനെ അല്ലാഹു പടയ്ക്കുന്നു. അതിന്റെ പുറകെ പറയുന്നുണ്ട്, ആദമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നു. ആദമാണല്ലോ ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ നബി, ആദ്യത്തെ പിതാവ്, ആദ്യത്തെ ഭർത്താവ്. ആദ്യം ഭർത്താവിനെയാണ് അല്ലാഹു സൃഷ്ടിക്കുന്നത്, അല്ലേ? ഭാര്യയല്ല. ആദ്യം അല്ലാഹു സൃഷ്ടിക്കുന്ന ഭർത്താവിനെയാണ്. ആദ്യത്തെ ആണിനെയാണ് അല്ലാഹു പടയ്ക്കുന്നത്, പെണ്ണിനെയല്ല. ആദ്യത്തെ മനുഷ്യൻ സൃഷ്ടിച്ചു അല്ലാഹു. എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്തു? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അല്ലാഹു സകല വസ്തുക്കളുടെയും നാമങ്ങളെ, അതിന്റെ ഉപകാരങ്ങളെ, അതിന്റെ പ്രയോജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സകല വസ്തുക്കളുടെയും പ്രയോജനങ്ങൾ, അതിന്റെ നാമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. നോക്കണേ, ഇവിടെ എന്തിനാണ് ഈ നാമങ്ങളെ, പേരുകളെ അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തത്? അറിവ്, ഇൽമ് എന്നൊക്കെ നമ്മൾ പറയും. ഇൽമിന്റെ അർത്ഥം അറിവ് നമ്മൾ പറയില്ല. അറിവിന്റെ ബേസിക് എന്ന് പറയപ്പെടുന്നത്, ഇരിക്കുന്നവർ പലരും സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണ്, കോളേജുകളിൽ പഠിച്ചിട്ടുള്ളവരാണ്. ഇൽമിന്റെ, അറിവിന്റെ ബേസിക് എന്ന് പറയപ്പെടുന്നത് നാമങ്ങളാണ്, പേരുകളാണ്. ഏത് അറിവ് നിങ്ങൾ എടുത്തു നോക്കി, അത് സയൻസ് ആകട്ടെ, മാത്തമാറ്റിക്സ് ആകട്ടെ, കെമിസ്ട്രി ആകട്ടെ, ബയോളജി ആകട്ടെ, ഏത് ശാസ്ത്ര വിഭാഗങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, വാനലോകത്തെ പറ്റിയോ ഭൂമി ലോകത്തെ പറ്റിയോ സസ്യങ്ങളെ പറ്റിയോ ഏത് പഠനങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ബേസിക് എന്ന് പറയപ്പെടുന്നത് നാമങ്ങളാണ്. എന്നിട്ട് അവിടെ നിന്നിട്ടാണ് അപ്പുറത്തോട്ടുള്ള പഠനങ്ങൾ പോകുന്നത്. ആദ്യം ഒരു വസ്തുവിന്റെ പേരാണ് പഠിപ്പിക്കുക, പേരിൽ നിന്നിട്ടാണ് അതിനപ്പുറത്തോട്ട് വേറെ ചർച്ചകൾ പോകുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദ്യം പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? പേരുകളാണ്. മുഴുവൻ വസ്തുക്കളുടെ, ജീവജാലങ്ങളുടെ, വസ്തുക്കളുടെ മുഴുവൻ പേരുകളും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ വരെ പേരുകൾ അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. ആ പാത്രങ്ങൾ കൊണ്ടുള്ള ഉപകാരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. കസേര എന്ന് കസേരയുടെ പേരാണ് ആദ്യം പഠിപ്പിക്കുക. അതല്ലാതെ അതിൽ ഇരിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്, അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുക. ഇത് കസേരയാണ്. കസേര എന്തിനാണ്? അത് ഇരിക്കാൻ വേണ്ടിയാണ്. അതിനെന്തൊക്കെ ഉണ്ട്? അതിന് 4 കാലുകളുണ്ട്, ഇരിക്കാനുള്ളൊരു പ്രതലമുണ്ട്, ചാരിരിക്കാനൊരു തൂണുണ്ട്. ഇങ്ങനെ കസേരയെ പഠിപ്പിക്കുക. കസേര എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക. എന്നതുപോലെ മുഴുവൻ വസ്തുക്കളുടെയും നാമങ്ങളും അതിന്റെ ഉപയോഗങ്ങളും അതിന്റെ ഉപകാരങ്ങളും അതിന്റെ ഉപദ്രവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. ഈ ഇൽമ് ആർക്കില്ല? മലക്കുകൾക്കില്ല. പിന്നീട് അല്ലാഹു മലക്കളുടെ മുന്നിലേക്ക് ഇതിനെ വെച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫഖാല അംബിഊനി ബി അസ്മാഇ ഹൗലാഇ ഇൻ കുന്തും സാദിഖീൻ.
നിങ്ങൾ നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ, ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുകളും കുഴപ്പങ്ങളും ഫസാദുകളും സൃഷ്ടിക്കുന്നവരാണ് മനുഷ്യർ എന്ന് നിങ്ങളൊരു മുൻ അനുഭവം വെച്ച്, അഥവാ മുൻ അനുഭവമാണ് ജിന്നെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ വിഭാഗത്തിന്റെ പ്രശ്നങ്ങളെ മലക്കുകൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. ആ ഒരു അഭിപ്രായ പ്രകടനമാണ് അവർ നടത്തിയത്. നിങ്ങൾ പറഞ്ഞ കാര്യം സത്യസന്ധമാണ് എങ്കിൽ ദാ പറ, ഈ വസ്തുക്കളുടെ പേരുകളൊന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു, അവരുടെ കഴിവുകളിലെ പറഞ്ഞു, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അല്ലാഹ്, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല. അല്ലാഹ്, നീ എന്താണോ പഠിപ്പിച്ചതെന്ന് അത് മാത്രമേ ഞങ്ങൾക്കറിയത്തുള്ളൂ, അതിനപ്പുറത്തൊന്നും ഞങ്ങൾക്കറിയില്ല. അല്ലാഹ് നേരത്തെ പറഞ്ഞല്ലോ, ഇന്നി അഅലമു മാ ലാ തഅലമു, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാമെന്ന് അല്ലാഹ് പറഞ്ഞു, നേരത്തെ പറഞ്ഞു വെച്ചു. അതിന് മറുപടി അവർ പറയുകയാണ്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ദുആക്കളുടെ കൂട്ടത്തിൽ പറയണം, സാന്ദർഭികമായി പറയാം, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഒരു പരീക്ഷയ്ക്ക് പോവുകയാണ്, പരീക്ഷ ഹാളിലേക്ക് കയറുകയാണ്. അത് PSC ടെസ്റ്റ് ആകാം, നീറ്റ് ടെസ്റ്റ് ആകാം, വാർഷിക പരീക്ഷയാകാം, ഏതുമാകട്ടെ. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ ഹാളിലേക്ക് കയറുമ്പോൾ, റൂമിലേക്ക് കയറുമ്പോൾ, ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ ബോസിന്റെ മുന്നിലേക്ക് കയറുമ്പോൾ ഈ ആയത്തിന്റെ ഈ ഭാഗം 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട്, ഓർത്തുകൊണ്ട്, പറഞ്ഞുകൊണ്ട്, നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് പരീക്ഷയെ അഭിമുഖീകരിക്കുക. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. 3 പ്രാവശ്യം. കഴിയുമെങ്കിൽ അത് 7 പ്രാവശ്യം. സമയമുണ്ട്, സന്ദർഭമുണ്ട്, സാഹചര്യം ഉണ്ട് എങ്കിൽ 7 പ്രാവശ്യം പൂർണ്ണമായി പറയുക. അല്ല എങ്കിൽ 3 പ്രാവശ്യം പറയുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറഞ്ഞു കിടക്കുന്നത് അല്ലാഹു മനസ്സിന്റെ ഉള്ളിലേക്ക് ഓർമ്മപ്പെടുത്തുകയും അത് നാവിലൂടെ പറയിപ്പിക്കാൻ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും അല്ലാഹു തആല ചെയ്യും. അച്ചത്തായ കാര്യമാണ് കേട്ടോ. ഇഖ്ലാസ് ഓടിച്ചോളാം. ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹ്, നീയാണ് ഏറ്റവും വലിയ അറിവുള്ളവൻ. അലീമാണ് നീ, ഹക്കീമാണ് നീ, തത്വജ്ഞാനിയാണ് നീ, യുക്തിജ്ഞനാണ് നീ. അല്ലാഹ്, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതല്ലാതെ ഒന്നും ഞങ്ങൾക്കറിയുകയല്ല അല്ലാഹ്. ഉടനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖാല യാ ആദമു അൻബിഉഹും ബിഅസ്മാഇഹിം, ഓ ആദമേ, ഈ വസ്തുക്കളുടെ നാമങ്ങളൊന്ന് പറയണേ. ഫലമ്മാ അൻബഅഹും ബിഅസ്മാഇഹിം, അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തതല്ലേ, അതുകൊണ്ട് ഒന്നൊന്നായി മണിമണി പോലെ എല്ലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഓരോ വസ്തുക്കളെയും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതിന്നതാണ്, ഇതിന്റെ ഉപയോഗം ഇന്നതാണ്, ഇത് ഇന്ന രീതിയിലാണ് എന്ന് കൃത്യമായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഉടനെ അല്ലാഹുവിന്റെ മറുപടി വന്നു, ഖാല അലം അഖുൽ ലക്കും, മലക്കുകളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലെ അഭൗതികമായ മുഴുവൻ കാര്യങ്ങളും അറിയുന്നവൻ ഞാനാണ്. വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ, നിങ്ങൾ പരസ്യപ്പെടുത്തുന്നതും നിങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്നതും കൃത്യമായി അറിയുന്നവൻ ഞാനാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത് മാത്രമല്ല, കാണാൻ കഴിയാത്തതും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തതും അറിയുന്നവൻ ഞാനാണ് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലയോ മലക്കുകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെ നിന്ന് അല്ലാഹു സൃഷ്ടിപ്പ് ആരംഭിക്കുകയാണ്. ഒറ്റൊരു ഉദാഹരണം, ഏറെ ഹദീസുകളുണ്ട്, ഒരു ഹദീസ് മാത്രം പറയില്ല. അല്ലാഹു എത്രത്തോളം ഈ ആദം സന്തതികളെ അഥവാ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠതപ്പെടുത്തി, അത് അല്ലാഹു തആല കൃത്യമായിട്ട് ബോധിപ്പിച്ചു കൊടുത്തു മലക്കളെ. സഹീഹായത് ഹദീസിൽ വന്നിട്ടുണ്ട്, അന്നൽ മലായികത ഇദാ സഅദത് ഇലാ റബ്ബി തആല ബിഅഅമാലി ഇബാദിഹി, മലക്കുകൾ
അവന്റെ അടിമകളായ മനുഷ്യരുടെ ഇബാദത്തുകളിൽ കൂടുകയും ഇബാദത്ത് കഴിഞ്ഞതിന് ശേഷം അവർ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങുകയും ചെയ്യും. ആ മലക്കുകൾ നമ്മൾ അറിഞ്ഞിരുന്നില്ല. സുബഹിക്ക് നമ്മളോടൊപ്പം മലക്കുകൾ ഉണ്ടായിരുന്നു. സുബഹിക്ക് നമ്മളോടൊപ്പം മലക്കുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യസ്അലുഹും വഹുവ അഅലം. അല്ലാഹു കൃത്യമായിട്ട് അറിയാമല്ലോ, അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് മലക്കുകളോട് അല്ലാഹു തആല ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ ദാസന്മാരെ, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ്, ഏത് അവസ്ഥയിലാണ് നിങ്ങൾ വിട്ടിട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. ഉടനെ അവർ പറയും, അത്തൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവർ നിസ്കരിക്കുകയാണ്. വതറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങള് തിരിച്ച് നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ തിരിച്ചു മടങ്ങി വരുമ്പോഴും അവർ നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിലാണ്. സുബ്ഹാനല്ലാഹ്, ആ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിസ്കാരം ഏതാ? ഈ മലക്കൾ പറയുന്ന ഈ നിസ്കാരം ഏതാണെന്നറിയാവോ? മലക്കൾ ഈ പറയുന്ന നിസ്കാരം ഏതാണെന്നറിയാവോ? ഫജ്റും അസ്റും. അഥവാ രാത്രിയുടെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ ഇറങ്ങി വരികയാണ് അസ്റിന്റെ നേരത്തെ. പകലിന്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡ്യൂട്ടി ചേഞ്ച് ആവുകയാണ്. അവരെവിടേക്ക് പോവാണ്? അള്ളാഹുവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അള്ളാഹിന്റെ അടുക്കലേക്ക് മടക്കി പോവുകയാണ്. ഡ്യൂട്ടി ആരംഭിക്കുന്ന ആളുകൾ ഈ രാത്രി ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും ഉള്ളവരറിയില്ലയോ? നമ്മൾ കണ്ടിട്ടില്ലയോ? പകലിൽ ജോലി ചെയ്യുന്നവർ വന്നിട്ട് ഡ്യൂട്ടി കൈമാറിയതിനു ശേഷമാണ് ആര് പോകുന്നത്? അവര് പോകുന്നത്. അപ്പൊ ആരെ അവർ ഏൽപ്പിക്കുന്നത്? നൈറ്റ് ഡ്യൂട്ടിക്കാരെയാണ് ഏൽപ്പിച്ചിട്ടാണ് അവർ പോവുക. എന്നതുപോലെ ഈ രണ്ടു കൂട്ടര് മലക്കുകളും, രാത്രിയുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരും പകലിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരും, രണ്ട് നിസ്കാരത്തിലാണ് ഒരുമിച്ച് കൂടുന്നത്. അവര് ഒന്ന് അസ്റിന്റെയും ഒന്ന് സുബഹിയുടെയും. പൊയ്ക്കഴിഞ്ഞു അവർ. നൈറ്റ് ഡ്യൂട്ടിക്കാരായ അവർ പോയി. പകലിന്റെ ഡ്യൂട്ടിക്കാരെപ്പോഴും ഇവിടെ ഉള്ളത്, മലക്കുകളുള്ളത്. ഇവര് പോയിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു നല്ല അഭിപ്രായം നമ്മളെ പറ്റി പറയാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന് അറിയാമെങ്കിലും അവർ ആ അമലുകളുമായി റബ്ബിന്റെ അടുക്കലേക്ക് സമർപ്പിച്ചിട്ട് റബ്ബിന്റെ മുന്നിൽ കാഴ്ചവെക്കും. അള്ളാഹുവേ, ചിലർ കരച്ചിലാണ്, ചിലര് വല്ലാതെ വിഷമത്തിലാണ്, വല്ലാതെ ആഗ്രഹിക്കുന്നു, മനസ്സിൽ ഇന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി അവർ റുകൂഅ് ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു, അവർ നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ ഓടി നടക്കുന്നു. ഇതെല്ലാം റിപ്പോർട്ട് അവിടെ കൊടുക്കുകയാണ്. അള്ളാഹ്ക്ക് അറിയാമെങ്കിലും റിപ്പോർട്ട് അവർ അവതരിപ്പിക്കുകയാണ്. ആരെപ്പറ്റി മലക്കുകൾ അഭിപ്രായം പറഞ്ഞു, അതേ മലക്കുകളെ കൊണ്ട് തന്നെ അല്ലാഹു തആല ഈ മനുഷ്യരെ പറ്റി നല്ലത് റബ്ബിന്റെ അടുക്കൽ പറയിപ്പിക്കണം. അപ്പോഴാണ് അവർ അത്ഭുതപ്പെടുന്നത്. നമ്മുടെ കഴിവുകേട്, മലക്കുകൾ അവർക്ക് നൽകപ്പെടാത്ത ഒരു അധികാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതെന്താണ്? ഖിലാഫത്ത് എന്ന് പറയപ്പെടുന്ന, ഖലീഫ എന്ന് പറയപ്പെടുന്ന അധികാരമാണ്. ആ അധികാരം അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യമായി നമ്മൾ ആരാണ് എന്ന്, നമുക്ക് എത്രത്തോളം മഹത്വമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അങ്ങനെ അല്ലാഹു ആദരിച്ച വിഭാഗമാണ് മനുഷ്യർ. വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു പറഞ്ഞു ഖുർആനിൽ, മനുഷ്യ വിഭാഗത്തെ, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. അല്ലാഹു ആദരിച്ചവരെ ആദരിക്കുക നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിലൂടെ അവസാനത്തെ വിടവാങ്ങൽ ഹജ്ജിന്റെ സമയത്ത് നടത്തിയ ഖുതുബ പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൽ 3/4 ഭാഗവും മനുഷ്യരെ, അവരുമായിട്ടുള്ള ബന്ധങ്ങളെ സൂക്ഷിക്കാനാണ് പറഞ്ഞത്. ഭാര്യയോട്, മാതാപിതാക്കളോട്, മക്കളോട്, സുഹൃത്തുക്കളോട്, അയൽപക്കക്കാരോട്, നാട്ടുകാരോട്, മറ്റു മുസ്ലിമീങ്ങളോട്, മറ്റുള്ളവരോട് ഇങ്ങനെ എണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണേ. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മഗ്‌രിബിന് ശേഷമുള്ള തഅലീമിൽ എന്താ പറയുന്നത്? ശ്രദ്ധിച്ചാൽ മതിയാവും. നമ്മൾ പറഞ്ഞ് ശ്രദ്ധിക്കാറില്ല, അതൊരു ചടങ്ങ് പോലെ നടക്കുകയാണ്. ഒന്ന് ആ ഹദീസുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. മനുഷ്യനും മുസ്ലിം തമ്മിലുള്ള കടമകൾ എന്തെല്ലാം പാടില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ വായിച്ച് കേൾക്കുകയാണ്. എനിക്ക് നിങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ
في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. بارك الله لنا ولكم القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا